പത്തനംതിട്ട കോന്നിയിൽ യുവാവിനെ ഒരു സംഘം മർദ്ദിച്ചതായി പരാതി. കൂടൽ കരക്കാക്കുഴി സ്വദേശി ബിറ്റുവിനാണ് മർദ്ദനമേറ്റത്. പരാതി നൽകിയിട്ടും കൂടൽ പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണം. യുവാവിനെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, ഇത് എവിടെ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടായത്? വീട്ടിൽ കയറിയാണോ മർദ്ദനം ഉണ്ടായത്? എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ഇല്ലാതെ വീട്ടിലെത്തി തന്നെയാണ് മർദ്ദനം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കോന്നി കൂടലിന് സമീപം ലോഡ്ജ് മുറിയിലെത്തി ഇത്തരത്തിൽ മർദ്ദനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് അതിന് മർദ്ദനം ഏൽക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഈ യുവാവ്, മർദ്ദനമേറ്റ യുവാവ്, ഈ മർദ്ദിച്ച ചില യുവാക്കളുമായി ചെറിയ തരത്തിലുള്ള ഒരു വാക്കുതർക്കം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരു മർദ്ദനത്തിൽ കലാശിക്കേണ്ട തരത്തിലുള്ള വാക്കുതർക്കമോ ഒന്നും അല്ലായിരുന്നു എന്നാണ് ഈ മർദ്ദനമേറ്റ യുവാവ് പറയുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് നടന്നിരിക്കുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ കൂടൽ പോലീസ് ഈ വിഷയത്തിൽ ഒരു തുടർ നടപടികൾ, കേസെടുക്കുന്നതിലേക്ക് ഒന്നും തയ്യാറായിട്ടില്ല എന്നാണ് ഈ യുവാവ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് പത്തനംതിട്ട SP പരാതി നൽകുക എന്നതിലേക്കാണ് യുവാവ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഒരു കൃത്യമായ അന്വേഷണവും ഈ മർദ്ദിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയും ആവശ്യമുണ്ടെന്നാണ് ഈ യുവാവ് പറയുന്നത്. വീട്ടിലെ ആ റൂമിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. യുവാവിന് കഴുത്തിനും ചെവിക്കും ഗുരുതരമായ പരിക്കുമേറ്റിട്ടുണ്ട് എന്നാണ് യുവാവ് പറയുന്നത്. അന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ചികിത്സ, പ്രാഥമിക ശുശ്രൂഷയെല്ലാം ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നത് തന്നെയാണ്. പരാതി നൽകാനായി നിരവധി തവണ സ്റ്റേഷനിലെത്തുമ്പോൾ അത് പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കൂ എന്ന ഒരു നിലപാട് ആണ് പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ യുവാവ് അതിന് തയ്യാറല്ല. കാരണം ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്കുകളുണ്ട്, ചെവിക്കുൾപ്പെടെ പരിക്കുകളുണ്ട്. ശ്രീരാജ്, ഇക്കാര്യത്തിൽ പോലീസിനോട് നമ്മൾ വിശദീകരണം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിരുന്നോ? എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാത്തതെന്ന് അവിടുത്തെ SHO ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായും ബിനിൽ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പുറത്ത് വെച്ച് ഒത്തുതീർപ്പാകുന്നെങ്കിൽ ആകട്ടെ എന്നൊരു നിലപാടാണ് പോലീസിനുള്ളത്. ഈ യുവാക്കളും ഈ മർദ്ദനമേറ്റ യുവാവും തമ്മിലുള്ള സംഘർഷം അതൊരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് എന്ന് പോലീസ് കരുതുന്നില്ല എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പുറത്ത് വെച്ച് ഒത്തുതീർപ്പാകുന്നെങ്കിൽ ഒത്തുതീർപ്പാകട്ടെ എന്ന് കരുതിയായിരുന്നു ഒരു കേസെടുക്കുന്നതിലേക്ക് കടക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വിശദീകരണം. എന്തായാലും പത്തനംതിട്ട SP ഉൾപ്പെടെ പരാതി നൽകുന്നതോടെ പോലീസ് കൂടുതൽ ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് നിലവിൽ കരുതുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നതിലൂടെ തന്നെ കൂടൽ പോലീസിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. പരാതിക്കാരൻ പരാതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടൽ പോലീസിന് കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും യുവാവിനെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.